ഇനി മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ നമുക്ക് പ്രോബബിലിറ്റി വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റിയുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണോ കേസ് അത് കിട്ടാനുള്ള നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് പ്രോബബിലിറ്റി കിട്ടും. നമുക്ക് ആവശ്യമുള്ള പ്രോബബിലിറ്റി അങ്ങനെ കിട്ടും. ഓക്കെ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഇതാണ് പ്രോബബിലിറ്റി കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത്. പിന്നെ ഈ ജോമെട്രിക്കൽ പ്രോബബിലിറ്റീൻ്റെ കേസ് എന്ന് പറയുമ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ഇപ്പോൾ ഇതുപോലൊരു ഫിഗർ തരികയാണെങ്കിൽ ഇതിനെ ഈക്വൽ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളിലെ ട്രയാങ്കിളിലാണ് നമുക്ക് ഡോട്ട് ഇടേണ്ടതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഈ ആക്ച്വലി ആ വലിയ ട്രയാങ്കിളിൽ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഉള്ളിലെ ട്രയാങ്കിളിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/1 ഭാഗമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഫേവറബിൾ ആ ഒരു തരത്തിലുള്ള ജോമെട്രിക്കൽ പ്രോബബിലിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരും. അത് വളരെ ഈസി ആയിരിക്കും, കുറച്ച് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 1-2 ലൈനിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ വരുന്ന ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ക്വയർ തന്നിട്ട് അതിനകത്ത് ഇപ്പോൾ ഒരു സർക്കിളൊക്കെ തരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിതിനെ ഈക്വൽ ഷേപ്പിലൊന്നും ഡിവൈഡ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ അത് സർക്കിളിൽ വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ ഏരിയ വെച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്ലൂ ബോൾസിൻ്റെ കേസ്, അതുപോലെ ഡൈസ് അതിൻ്റെ കേസസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്താണോ തന്നിരിക്കുന്നത്, ഇപ്പോൾ ഒരു ബാഗിൽ 5 ബ്ലൂ ബോൾസും 6 വൈറ്റ് ബോൾസും ഉണ്ടെന്നുണ്ടെങ്കിൽ ടോട്ടൽ പെയേഴ്സ് എത്രയാണ് വരിക നോക്കുക. അത് കിട്ടാൻ വേണ്ടി ഈ 5 × 6 ചെയ്താൽ മതി. പിന്നെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, അത് വളരെ ഈസിയാണ്. ഈ ഒരു ഫോർമുല മാത്രം നന്നായിട്ട് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് മാത്തമാറ്റിക്കൽ ചാൻസിൽ അത്രയൊക്കെ പറയാനുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരിക്കലും അതിൽ മാർക്ക് നമ്മൾ മിസ് ചെയ്യരുത്. ഇനി അടുത്തത് പ്രോബബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം സ്ക്വയർ കംപ്ലീഷനാണ്. അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ x² പ്ലസ് 4x പ്ലസ് 4x = ഒരു 3 ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനൊന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതി എടുക്കുക. x² പ്ലസ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 4 ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 4x പ്ലസ് ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. 2ൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, എന്നിട്ട് 2 സൈഡിലും ഇത് ആഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ x+2² = 3 + 4 = 7. ഓക്കെ, ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണോ തന്നിട്ടില്ലാത്ത അൺനോൺ ആയിട്ടുള്ളതിനെ എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ലെങ്ത്തും ബ്രെത്തും നമുക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെങ്ത്തിനെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രെത്തിനെ എക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടൊരു ഫോമിൽ എഴുതുക. പിന്നെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ x= സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ -b ± √b² - 4ac / 2a ഈ ഒരു ഫോമുല ഉണ്ടല്ലോ, ആ ഒരു ഫോമുല ഉപയോഗിച്ചിട്ടും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും വൃത്തിയായിട്ട് അത് നോക്കി പോകണം. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം റൈറ്റ് ട്രയാങ്കിൾസിൽ 30, 60, 90 ഡിഗ്രി ആകുന്ന സമയത്ത് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. ആൻഡ് 90, 45, 45 ആകുന്ന സമയത്ത് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√2:1 ആയിരിക്കും. ഇത് ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇനിയൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ
90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുക. ആൻഡ് ഈ ഒരു ആംഗിൾ എ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിട്ട് എടുക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള ഈ ആംഗിൾ എയോട് ചേർന്നിട്ടുള്ള ഈ സൈഡിനെ നമ്മൾ അഡ്ജസൻറ്റ് സൈഡ്, അടുത്തുള്ള സൈഡ്, അഡ്ജസൻറ്റ് എന്ന് വെച്ചാൽ അടുത്തുള്ളത് അല്ലേ. അപ്പോൾ ഇതിന് അഡ്ജസൻറ്റ് സൈഡ്. ആൻഡ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതിന് ഹൈപ്പോട്ടിന്യൂസ് എന്നും പറയും. ഇനി സൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ എ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ചെയ്യണം. കോസ് എ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ചെയ്യണം. ടാൻ എ ആണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ഒരു സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനും ഈ ട്രിഗ്നോമെട്രി യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഈ കൺസിഡർ ചെയ്ത ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എക്സ് ഡിഗ്രി ആണ്. ആൻഡ് ഈ ഹൈറ്റ് എച്ചുമാണെങ്കിൽ ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത്ത് ബി ആണ്. ആൻഡ് ഈ ലെങ്ത്ത് എ ആണെങ്കിൽ ഈ ഹൈറ്റ് കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് ജസ്റ്റ് ബി സൈൻ എക്സ് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു ബേസ്, ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ ഫോർമുല. അപ്പോൾ ഹാഫ്, ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് എ ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ഹൈറ്റ് ബി സൈൻ എക്സ് ആണെന്ന് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ട്രിഗ്നോമെട്രി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കാം. പിന്നെ ഒരു സർക്കിളിൻ്റെ കോഡ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, ഇവിടെ ഞാൻ 3 കോഡ്സ് വരച്ചിട്ടുണ്ട്. ഇത് എക്സ് വൈ സെഡ് ഇങ്ങനെയാണ് ആംഗിൾസ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെ എ ആയിട്ടും വൈയുടെ ഓപ്പോസിറ്റുള്ള സൈഡിനെ ബി ആയിട്ടും സെഡിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെ സി ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡയമീറ്റർ 2r കണ്ടെത്താനുള്ള ഫോർമുല എന്ന് പറയുന്നത് എ ബൈ സൈൻ എക്സ്. ഓക്കെ, ഇതുപയോഗിക്കാം. അല്ലെങ്കിൽ 2r ഈക്വൽ ടു ബി ബൈ സൈൻ എക്സ്, ബി ബൈ സൈൻ വൈ ഉപയോഗിക്കാം. 2r ഈക്വൽ ടു സി ബൈ സൈൻ സെഡ്. ഇങ്ങനെയുള്ള ഫോർമുലാസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ കോഡിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാൻ കഴിയും. ഓക്കെ.